ഹലോ, നമ്മളിന്ന് ഉച്ചവിശേഷമായിട്ടാട്ടോ ഒന്നും വന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് ചോറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ചോറ് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാസിൽ വയ്ക്കാം. പിന്നെ മീനുണ്ട്. മീൻ ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ്. വെട്ടി റെഡിയാക്കിയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് പരിപ്പ് കുത്തി കാച്ചിയതും മീൻ വറുത്തതും പിന്നെ എന്തായിരുന്നു മീനിൻ്റെ തല വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറ്റിച്ചിട്ടൊരു ചാറ് പോലെ അതും ഉണ്ടാക്കാം. പപ്പടവും കാച്ചാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ചോറ് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ചോറാകുമ്പോഴത്തേക്കും കറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാസിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പിന്നെ പെട്ടെന്ന് പണി കഴിയും. ഇന്ന് ഞങ്ങൾ മെല്ലെ ഇരുന്നിട്ട് അങ്ങനെ നേരം പോയതാണെന്നില്ല. മറ്റേത് പണിയൊക്കെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ തീർക്കും എന്നിട്ടേ ഇരിക്കേണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് പോയി. അതുകൊണ്ട് മടി കുറച്ച് പിടിച്ചപ്പോൾ ടൈം വൈകി. എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നും പറയണ പോലെ ഞാനും മോളേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ മെല്ലെ മതി. ധൃതിയൊന്നുമില്ല. സ്കൂളില്ലാത്ത ദിവസം അവർക്ക് ഇനിയിപ്പോൾ തിങ്കളാഴ്ച പോയാൽ മതി. ഒരാഴ്ചയോടെ ലീവാണ്. മോനെ അമ്മയുടെ അടുത്തേക്ക് പോയിരിക്കുക. അതുകൊണ്ട് മെല്ലെ ചെയ്താൽ മതി. അപ്പം ഞങ്ങൾ മെല്ലെ ചെയ്യട്ടെ. പൂജ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അടുപ്പ് കത്തി വെള്ളം വെച്ചു. ഇനി ഇതാവട്ടെ കേട്ടോ. ചോറിന് വെള്ളം വെച്ചില്ലേ. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാം. ഞാൻ പറഞ്ഞു നേരം വൈകിട്ടുണ്ടായിരുന്നു, മടിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് കുറച്ച് അധികം നേരം വൈകിട്ടുണ്ട്. എന്നാലും ഞാനും പൂജയും കൂടെ വേഗം റെഡിയാക്കും അല്ലേ? അതെല്ലാം കൂടെ വാ. നിങ്ങൾ പെട്ടെന്ന് ഇതൊക്കെ റെഡിയാക്കട്ടെ കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്നല്ല, മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുള്ളൂ, കമൻറ്റ് ചെയ്യുള്ളൂ. നമ്മൾ മാറ്റാനുള്ളതാണെങ്കിൽ മാറ്റി റെഡിയാക്കാം. നല്ലതാണെങ്കിൽ നമ്മളതൊക്കെ മാറ്റി ശരിയാക്കി നമ്മുടെ വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകാം. പരിപ്പ് കുക്കറിൽ വയ്ക്കാം കേട്ടോ. പരിപ്പ് കുത്തി കാച്ചിയതിനാണ്. ഒരു 2 പിടി പരിപ്പ് മതി. ഇതുണ്ടാവും ഞങ്ങൾക്ക് 2 നേരത്തിന് ധാരാളം ഉണ്ടാവും. ഇത് കഴുകിയിട്ട് നമുക്ക് കുക്കറിലിടാം. അത് 2 വിസിൽ വരുമ്പോഴേക്കും അത് റെഡി ആവുമല്ലോ. ഒന്ന് കഴുകട്ടെ കേട്ടോ. അപ്പോൾ പരിപ്പ് കഴുകിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളവും. ഇതൊരു കുറുകിയ വല്ലാണ്ട് ചാറിലല്ല, കുറച്ച് കുറുകണം. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, അടച്ചു വെക്കാം. ഇനിയിപ്പോൾ ഒരു വിസിൽ വന്നാൽ ഒരു 2 വിസിൽ, ഒരു വിസിൽ തന്നെ ആയിട്ട് പിന്നെ അതിൻ്റെ ഇത് പോകുമ്പോൾ പ്രഷർ പോകുമ്പോഴത്തേക്കും അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഇനി നമുക്ക് മീനിലേക്ക് മസാല റെഡിയാക്കാം. ഫ്രൈ ചെയ്യാനുള്ളതും പിന്നെ നമുക്ക് ആ തല ഒന്ന് വറ്റിക്കാനുള്ളതും. വറ്റിക്കല്ല കേട്ടോ, കുറഞ്ഞ ചാറ് പോലെ ഉണ്ടാക്കി ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നാളേക്ക് എടുക്കാം. മോനില്ലാഞ്ഞിട്ടേ ഒരു ഓളല്ല, ബഹളല്ല. അവൻ പോയ കാരണേ, അങ്ങോട്ട് പോയ കാരണം ആളില്ലാത്തതൊരു ബഹളല്ല. പിന്നെ എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചോ? സുഖമായിട്ടിരിക്കുകയാണോ? എല്ലാവരുടെയും വിശേഷം കമൻറ്റിൽ പറയണം കേട്ടോ. നമുക്കിവിടെ മിക്കതും മീനുണ്ടാവും കേട്ടോ. മീനില്ലാത്ത ദിവസം ചുരുക്കമാണ്. പൊന്നാനിന്ന് അവർ വരുമ്പോൾ മീൻ കൊണ്ടുവരും. അപ്പോൾ പിന്നെ നമുക്ക് അധികം മിക്കതും ഉണ്ടാവും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ചടപ്പ് എല്ലാ ദിവസവും ആകുമ്പോൾ വിളിക്കണ്ടെങ്കിൽ എല്ലാ ദിവസവും ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് മടുക്കും. അപ്പോൾ ചിക്കൻ മേടിക്കാറുണ്ട്. പുറത്ത് ചേമ്പും തണ്ടുണ്ട്, മുരിങ്ങടലുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് ചെയ്യും. ഇത് വെച്ച കൊണ്ടാണ്ട് മതി.
ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിയിലും ചതക്കലുള്ള പരിപാടികളുണ്ട്. അതൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ. നമുക്ക് വറക്കാനുള്ളത് മസാല പുരട്ടി വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് മാറ്റി വയ്ക്കാം. കറി വയ്ക്കാനുള്ളത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കറിയൊക്കെ റെഡി ആകുമ്പോഴേക്കും ലാസ്റ്റ് നമുക്ക് മീൻ വറുത്താൽ മതി. മസാല നല്ലോണം പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്ക് എപ്പോഴും നമ്മൾ മീൻ ഫ്രൈ ചെയ്യണ പോലെ തന്നെ കാണുന്നുണ്ടോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പെരിഞ്ചീരകം, ഇതൊന്ന് ചതച്ചത് ഇതോടെ ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വിനാഗിരി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചു. ഇതൊന്ന് മാറ്റി വയ്ക്കാം, അവിടെ ഇരിക്കട്ടെ. ബാക്കി നമുക്ക് പരിപ്പ് വെന്തു കേട്ടോ. വിസിലടിച്ചു, അത് വെന്തിട്ടുണ്ടാവും. 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് അരി ഇടണം. വെള്ളം തിളച്ച് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അരി കഴുകിയിട്ടിടാം കേട്ടോ. ഇനി അരി ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം നല്ലോണം തിളച്ചു. പരിപ്പ് വെന്ത് റെഡി ആയി കേട്ടോ. ഇനി നമുക്കതൊന്ന് കുത്തി കാച്ചാം. പറഞ്ഞാൽ ഉണക്കമുളകും ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് കേട്ടോ. അത് ഇതിലേക്ക് റെഡിയാണ്. പിന്നെ ഒരു സ്പൂൺ എടുത്ത് അവിടുന്ന് ആ മരത്തിൻ്റെ തവ എടുത്താലും മതി. ചട്ടി ചൂടായി. പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി. ചതച്ച് വെച്ചത് നമ്മൾ ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് നീക്കട്ടെ. 2 വേപ്പില തന്നൂടെ വേപ്പിലിട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നു. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ വെന്ത പരിപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പരിപ്പ് കറി വേണ്ടി കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഇട്ടു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു വറുത്തമീൻ മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറി, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി മീനൊന്ന് വറുത്തെടുക്കണം. അപ്പോഴേക്കും ചോറും ആവും. നമുക്ക് ആ തലക്കറി വെച്ചല്ല, മീൻ്റെ തല കൊണ്ട് നമുക്കൊരു കുറുന്നനൊരു ചാറ് വെച്ചേക്കാം. അപ്പോൾ നാളേക്ക് അത് അടിപൊളിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നാളേക്ക് എടുക്കാം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മീൻ വറക്കാം കേട്ടോ. ചട്ടി ഒന്ന് ചൂടാവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് മീൻ ഫ്രൈ ചെയ്യുകയും ചെയ്യാം. ചട്ടി ചൂടായി. മീൻ വറക്കാനുള്ളതിലേക്കാട്ടോ ഇനി ഇത് ചൂടായി വരണുള്ളൂ. ഇത് ചട്ടിയായ കാരണം ചൂടാവാൻ താമസം, ഇത് പാനിലായ കാരണം പെട്ടെന്ന് ചൂടാവുമല്ലോ. അപ്പോൾ നമുക്ക് മീൻ വറക്കാനുള്ളത് ഇട്ട് കൊടുക്കാം. മൊത്തം ഇപ്പോൾ വറുത്തെടുക്കില്ല കേട്ടോ. മസാല തേച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പം ആവശ്യമില്ലതേ എടുക്കുള്ളൂ. മൊത്തം വറുത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, നാളേക്ക് കൊടുക്കാം നമുക്ക്. ചട്ടി ചൂടായി. ഇനി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവ ലേശം ഒരു പൊട്ടിക്കാം. പൊട്ടട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഇഞ്ചി വെളുത്തുള്ളി ചെറുള്ളി പെരുംജീരകം, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിടുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളകും തക്കാളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.
ഇതൊന്ന് മൂക്കട്ടെ. ഒന്ന് മൂത്ത് വന്നോട്ടാ. ഈ പച്ചമുളകും തക്കാളി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുമ്പോഴേക്കും അത് വരും. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇവിടെ ഒന്നും കയറട്ടെ. അപ്പോൾ തക്കാളി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഒക്കെ തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. മേലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഒരു 2 ചെറിയ ടീസ്പൂണ് ഒരു ഇത്രയും മല്ലിപ്പൊടി. ഒന്ന് മൂക്കട്ടെ. ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പുളി ഒഴിക്കാം കേട്ടോ. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂക്കട്ടെ. ഞാൻ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കോള് വന്നിട്ട് അത് കട്ടായിപ്പോയി. ഇനി നമുക്ക് മീനും കൂടെ ഒന്ന് മറിച്ചിട്ടാൽ മീൻ ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മീൻ തിളച്ച് ആ തലയും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി ഫിനിഷ്ഡ്. മീനൊന്ന് മറിച്ചിട്ടു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പുളിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. മീൻ തല വന്നതിന് ശേഷം നമുക്ക് മീനിൻ്റെ തല ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനതൊന്ന് ഊറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡിയായേ. അതൊന്ന് ഊറ്റിയിട്ട് വരാം. കറി തിളച്ചു. ഇനി അതിലേക്ക് തല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവട്ടെ. ഇനി ഒന്ന് കുറുകി ചാറൊന്ന് നല്ലോണം കുറുകണം കേട്ടോ. അപ്പോഴേക്കും ഇത് വെന്ത് റെഡി ആവുകയും ചെയ്യും. അപ്പോഴേക്കും ഇത് വെന്ത് റെഡി ആവും. ഇവിടെ മീനും ഫ്രൈ ആവാനായി. പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് തലക്കറി ആവാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ പപ്പടം കാച്ചണ്ടെന്ന് പറഞ്ഞു പൂജിട്ടി. അപ്പോൾ ഇതും പരിപ്പ് കറിയും കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. എന്നിട്ടൊന്ന് വളാഞ്ചേരി പോകാനൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ. സീ യു.